നമസ്കാരം. ഏതൊരു ഇലക്ഷനിലും ഒരു ട്രെൻഡ് സൂചിക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അതിന് പ്രധാന കാരണം തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരംകാർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ വന്ന് ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ഒരു ട്രെൻഡ് മേക്കർ സിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ തിരുവനന്തപുരത്തെ വിളിക്കാം. തിരുവനന്തപുരത്തേക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് 4ാമത് തവണയും തിരുവനന്തപുരത്തിൻ്റെ MP ആയി ശശി തരൂർ എന്ന വിശ്വപൗരൻ കടന്നു വരുമെന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് മത്സരാർത്ഥികൾ എത്തിയപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. ശശി തരൂർ തീർച്ചയായും ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റേറിയനാണ്, ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയാണ്. അതൊക്കെ ശരിയാണ്. തിരുവനന്തപുരത്തുകാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവുമാണ്. പക്ഷേ ശശി തരൂരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കണം, അങ്ങനെ ശശി തരൂർ ഉണ്ടാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് CPIയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമ കൂടിയായ പന്ന്യൻ രവീന്ദ്രൻ കടന്നു വരുന്നത്. പന്ന്യൻ രവീന്ദ്രനോട് തിരുവനന്തപുരത്തുകാർക്ക് ഒരു വല്ലാത്ത മമതയുണ്ട്. കാരണം അദ്ദേഹം കണ്ണൂരാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ജീവിതത്തിൻ്റെ ഒരു 60-70% തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. വളരെ സാധാരണ രീതിയിൽ ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കുടുംബത്തെ കണ്ണൂരിൽ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടുംബത്തെ അവിടെ നിർത്തി രാഷ്ട്രീയ പ്രവർത്തനം ഒറ്റയ്ക്ക് നടത്താൻ, മാത്രവുമല്ല ചെറിയ പൈസ കൊണ്ട് ജീവിച്ചു പോകാൻ കുടുംബം തിരുവനന്തപുരത്ത് എത്തിയാൽ കഴിയില്ല എന്നതുകൊണ്ട് കുടുംബത്തെ കണ്ണൂരിൽ നിർത്തി അദ്ദേഹം ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് ജീവിച്ചു പോരുകയാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ തെളിവായിട്ട് തിരുവനന്തപുരംകാർ കാണുന്നുണ്ട്. അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഒരു ശക്തമായ മത്സരം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ കഴിയും എന്ന് വലിയ പ്രതീക്ഷ രണ്ട് വിഭാഗക്കാർക്കും ഉണ്ടായിരുന്നു. LDFനും ഉണ്ടായിരുന്നു, UDFനും ഉണ്ടായിരുന്നു. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരിക്കും തിരുവനന്തപുരത്തേക്ക് വരിക എന്നുള്ളത് ആദ്യം മുതൽ തന്നെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പേര് വരെ, എന്തിനേറെ നരേന്ദ്രമോദിയുടെ പേര് വരെ തിരുവനന്തപുരത്ത് പരാമർശമായിട്ട് പറഞ്ഞു കേട്ടിരുന്നു. എങ്കിൽ ഒടുവിലെത്തിയത് കേന്ദ്രമന്ത്രി കൂടിയായ ഏഷ്യാനെറ്റ് ഉടമയുമൊക്കെയായ രാജീവ് ചന്ദ്രശേഖറാണ്. മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളെന്ന് ഖ്യാതി നേടിയ ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തികച്ചും ഒരു അപരിചിതനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 2 ആഴ്ച കൊണ്ട് തന്നെ അദ്ദേഹം കളം പിടിച്ചടക്കുന്നതാണ് കണ്ടത്. വളരെ വേഗം അദ്ദേഹം അവിടുത്തുകാർക്ക് വളരെ സ്വീകാര്യനായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ തുടങ്ങി 2 ആഴ്ച 3 ആഴ്ച ഇപ്പോൾ കഴിയുമ്പോഴേക്കും, തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്ത് വലിയ ഒരു അട്ടിമറി സാധ്യത ഇപ്പോൾ പലരും പ്രവചിക്കുന്നുണ്ട്. പല മേഖലകളിലും സാധാരണ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ ട്രെൻഡ് സൃഷ്ടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ ഉള്ള ഒരു സർവേയിലൂടെയാണ്. സാധാരണ ബസ് ഡ്രൈവർമാർ, തൊഴിലാളികൾ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പ്രവർത്തകർ, മത്സ്യത്തൊഴിലാളികൾ, അത്തരത്തിലുള്ള ആളുകളാണ് അവിടുത്തെ വിധി നിർണ്ണയിക്കുന്നത്. അവരുടെയൊക്കെ ഇടയിൽ നടത്തിയ പല സർവേകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതിനവർ പറയുന്ന പ്രധാന കാരണം CPI പോയാലും കോൺഗ്രസ് പോയാലും അവിടെ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്തവണയും നരേന്ദ്രമോദി തന്നെ ഭരണത്തിൽ വരും. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറെ വിജയിപ്പിച്ചു വിട്ടാൽ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ ലഭിക്കും എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരംകാർ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നൊരു കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് റാങ്കുള്ളൊരു കേന്ദ്രമന്ത്രി വരണം. കാരണം തിരുവനന്തപുരത്തിനെയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അതൊക്കെ കൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരുവനന്തപുരംകാരുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ വീണ്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി വരികയും തിരുവനന്തപുരത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ അട്ടിമറി, ശശി തരൂരിനെ അട്ടിമറിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടുപേരും വിജയിക്കേണ്ടവരാണ്. രണ്ടുപേരും മണ്ഡലത്തിന് വേണ്ടി മികച്ച പ്രവർത്തനം നടത്തുന്നവരാണ്, നല്ല രാഷ്ട്രീയക്കാരാണ്, നല്ല വ്യക്തികളാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഒരു ഭരണം
ഭരണത്തിൻ്റെ മേൽക്കോയ്മ അത് രാജീവ് ചന്ദ്രശേഖരനുള്ളത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം MP ആയി വരുമെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷ സർവേകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ട്രെൻഡും വന്നുകൊണ്ടിരിക്കുന്നത്.